മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ ദുരന്തത്തിൽ ഒരു മൃതദേഹം കൂടി ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എടപ്പാൾ സ്വദേശി വിജയന്റെ മൃതദേഹമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി 2 മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയാനുണ്ട്. സോണൽ കൃഷ്ണ പുതിയ വിവരങ്ങൾ നൽകും. സോണൽ, ഇപ്പോൾ 7ാമത്തെ മൃതദേഹവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എടപ്പാൾ സ്വദേശി വിജയൻ, എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാനായ കൂടുതൽ കാര്യങ്ങൾ? സ്മൃതി, അല്പസമയം മുമ്പാണ് അവസാനത്തെ ഒരു മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞിട്ടുള്ളത്. എടപ്പാൾ സ്വദേശി, മലപ്പുറം ജില്ലയിലെ എടപ്പാൾ സ്വദേശി വിജയനെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 60 വയസ്സാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 7 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 9 മൃതദേഹങ്ങളായിരുന്നു മോർച്ചറിയിൽ എത്തിച്ചത്. അതിൽ 7 പേരുടെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബാക്കി 2 പേരെയാണ് ഇനി തിരിച്ചറിയാനുള്ളത്. അതിൽ പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടത് 32 ശരീരഭാഗങ്ങൾ കൂടി ഇപ്പോൾ ഇവിടെ ഉണ്ട്, മോർച്ചറിയിലുണ്ട്. അതിൽ 11 എണ്ണത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ബാക്കി 21 എണ്ണത്തിൻ്റെ ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. എന്തായാലും മരിച്ച ആളുകളുടെ ബന്ധുക്കളൊക്കെ ഇവിടെ എത്തി DNA പരിശോധനയ്ക്ക് വേണ്ട സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ DNA-യും നിലവിൽ ഇവിടെയുള്ള ശരീരഭാഗങ്ങളുടെ DNA-യും തമ്മിൽ മാച്ച് നോക്കും. അതിനുശേഷം സാമ്യമുണ്ടെങ്കിൽ അവർക്ക് ആ ഭൗതികദേഹങ്ങൾ തിരിച്ച് അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് നിലവിൽ ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ എല്ലാ സംവിധാനങ്ങളും കൃത്യതയോടും പ്രവർത്തിക്കുന്നുണ്ട് മോർച്ചറിയിൽ എന്നുള്ളതാണ്. സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് അവിടെ പോലീസിനും ഡോക്ടർമാർക്കും കരുതലാകുന്നത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. എന്തായാലും തിരിച്ചറിയുന്ന മുറയ്ക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയ ഭൗതികദേഹങ്ങൾ അവരുടെ വീട്ടിലേക്ക്, സ്വദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ട സംവിധാനങ്ങൾ ഉടൻ തന്നെ സ്പീഡോടെ, വളരെ വേഗതയോടുകൂടി ചെയ്തു നൽകുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇനി തിരിച്ചറിയേണ്ടത് 2 ഭൗതികദേഹങ്ങളാണ്. അതുകൂടി തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിലവിൽ ഇവിടെയുള്ള മുഴുവൻ, ഇവിടെ എത്തിച്ചിട്ടുള്ള പൂർണ്ണ തോതിലുള്ള മൃതദേഹങ്ങൾ എല്ലാം തന്നെ തിരിച്ചറിയാൻ കഴിയൂ. അതിനുശേഷം പിന്നീട് നോക്കേണ്ടത് ആ 32 ശരീരഭാഗങ്ങളുടേതാണ്. അതിൽ ഡോക്ടർമാരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിക്കുന്നുള്ളത് ഒരാളുടെ തന്നെ ആവാം പല ശരീരഭാഗങ്ങൾ എന്നുള്ളതാണ്. അത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി DNA ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകൂ. എന്തായാലും മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ എത്തുന്ന ബന്ധുക്കളുടെ എല്ലാം തന്നെ DNA ശേഖരിക്കുന്നുണ്ട്. അതും ഈ ഇവിടെയുള്ള ശരീരഭാഗങ്ങളുടെ DNA-യും തമ്മിൽ സാമ്യപ്പെടുത്തിയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട സംവിധാനങ്ങളും ഇതിനോടകം തന്നെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോ ബന്ധുക്കൾ ഇവിടെ എത്തുന്നുണ്ട്. തങ്ങളുടെ കാര്യങ്ങൾ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി, അതായത് ചുമതലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വിധേന സംശയമുണ്ടെങ്കിൽ അവരുടെ DNA ശേഖരിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് ഈ കാര്യങ്ങൾ ചെന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതിനുശേഷം ഇത് അവിടെയുള്ള ശരീരഭാഗങ്ങളുമായി ഒക്കെ തന്നെ സാമ്യമുണ്ടോ, താരതമ്യപ്പെടുത്തി സാമ്യമുണ്ടെങ്കിൽ അവർക്ക് ആ ഭൗതികദേഹങ്ങൾ വിട്ടുകൊടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പ്രധാനമായി ഇനി തിരിച്ചറിയാനുള്ളത് ഒരു ബിജേഷ്, അതുപോലെ തന്നെ വിഷ്ണു എന്ന 2 പേരുടെ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അവർ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയേണ്ടതുണ്ട്, ഭൗതികദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 7ാമത്തെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എടപ്പാൾ സ്വദേശി വിജയന്റെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്.